ഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ നിയോഗത്തിൻ്റെ മേലും ആഗ്രഹിക്കുന്ന എല്ലാ ആവശ്യങ്ങളുടെ മേലും ആഗ്രഹങ്ങളുടെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹം വ്യാപരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ രോഗങ്ങളിലേക്ക് കർത്താവിൻ്റെ സൗഖ്യം വ്യാപരിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ നമുക്ക് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തുക, പരിശുദ്ധ അമ്മയെ ശക്തിപ്പെടുത്തിയതുപോലെ ബലപ്പെടുത്തിയതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി നമുക്ക് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരമടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കും. എല്ലാവരും കരമടിച്ച് വിശ്വാസത്തോട് വലിയ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ. കർത്താവിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കപ്പെടുവാൻ, എല്ലാ തകർച്ചകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ, വരാനിരിക്കുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ദൈവമായ കർത്താവ് പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹം നൽകി വിടുതൽ നൽകി നമ്മളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് വിശ്വാസത്തോടെ ദൈവമായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കരങ്ങളടിച്ച് പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. വിശുദ്ധയോടെ നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലെ യോദയ മുഴുവനിലും സമറിയായിലും ലോകത്തിന്റെ അതിർത്തി വരെ നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കും. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു മകനും മകളുമായി തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ പരിശുദ്ധ അമ്മ സ്തുതിച്ചതുപോലെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. കരങ്ങളടിക്കാം. യോർദാൻ നദിയിലങ്ങ് പറന്നിറങ്ങിയപ്പോൾ വരദാനങ്ങളുമാ ആഗതനാകണമേ. യോർദാൻ നദിയിലങ്ങ് പറന്നിറങ്ങിയപ്പോൾ വരദാനങ്ങളുമാ ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറങ്ങി ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറങ്ങി ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു
കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ശക്തിയോടെ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്വരമുയർത്തി കരങ്ങളടിച്ച് വിശ്വാസത്തോട് അമ്മ മാതാവിനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധമായ ദേവാലയത്തില് ദൈവജനത്തെ കർത്താവ് അനുഗ്രഹിക്കുന്ന അത്ഭുതകരമായ ദൈവിക നിമിഷം കരങ്ങൾ ഒരിക്കൽ കൂടി സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി പറഞ്ഞ് സ്തുതിച്ച് നന്ദി പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ ദൈവം ഈ പരിശുദ്ധമായ ആലയത്തിൽ ചൊരിയുന്ന ഓരോ അനുഗ്രഹങ്ങൾക്ക് ദൈവസ്ഥാനത്തിൽ ഇന്നോളം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മയിലൂടെ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ ജനത്തെയും അനുഗ്രഹിക്കണമേ. ഇവിടെയും വിദേശ രാജ്യങ്ങളിലുമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ ഇതുവരെ ശുശ്രൂഷയെ സഹായിച്ച എല്ലാവരെയും ഓർത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. സ്വരമുയർത്തി ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ, എല്ലാവരും ചേർന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ, സർവശക്തിയോടെ വിളിക്കാമോ? പരിശുദ്ധാത്മാവേ. കരപിടിച്ച് പാടാം. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ ദൈവകൃപ ഓരോരുത്തരിലും നിറയപ്പെടുന്ന നിമിഷം വിശ്വാസത്തോടെ പാടി പ്രാർത്ഥന. ശാല തന്നിൽ തീനാവെന്നത് പോ പാവന സ്നേഹവുമാ ആഗതനാകണമേ. സ്വരമുയർത്തി ശാല തന്നിൽ തീനാവെന്നത് പോ പാവന സ്നേഹവുമാ ആഗതനാകണമേ. സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപതേ ചൊരിയണമേ. സ്വരമുയർത്തി സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപതേ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, കരമുയർത്തിയടിച്ച് നിറഞ്ഞു കവിയണമേ, കരങ്ങളുയർത്തി കവിഞ്ഞൊഴുകണമേ. എല്ലാ കരങ്ങളും ഉയരട്ടെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്വരമുയർത്തി പാടാം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ.
കവിഞ്ഞൊഴുകണമേ. ശക്തിയോടെ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അന്തരങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് നൽകിയിരിക്കുന്ന ഭാഷ അനുസരിച്ച് നമുക്ക് സ്വരമുയർത്തി ഹല്ലേലൂയ എന്ന സ്വർഗീയ ഭാഷയിൽ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ച് കെട്ടുകൾ അടിയുടെ നാവിന്റെ കെട്ടുകൾ, നാവിന്റെ എല്ലാ അശുദ്ധിയും കർത്താവ് നീക്കിക്കളയുന്ന സമയമാണ്. സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ സ്വീകരിച്ച പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം ചൊരിഞ്ഞിരിക്കുന്ന അനന്തമായ കാരുണ്യം നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും വ്യാപരിക്കുന്ന സമയമാണ്. മാരക രോഗങ്ങളിൽ നിന്ന് ശരീരത്തിന് കർത്താവ് മോചനം നൽകുന്ന അത്ഭുതകരമായ ദൈവിക നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശരീരത്തിന്റെ മേൽ തലമുറ കടന്നു വന്നിരിക്കുന്ന എല്ലാ രോഗപീഠകളുടെ മേലും കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. കരമുയർത്തി വിശ്വാസത്തോടെ സ്തുതിച്ച് പാരമ്പര്യമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് കർത്താവ് ഈ ശരീരത്തിന് സൗഖ്യം നൽകി, വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? പരിശുദ്ധി അമ്മ വിളിച്ചതുപോലെ വിളിക്കാമോ? ശാന്തമായിട്ടിരിക്കുക. ദൈവത്തിന്റെ വചനം കേട്ടപ്പോ പരിശുദ്ധി അമ്മ വളരെ അസ്വസ്ഥയായെന്നാണ് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൂതൻ അവളോട് അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടി. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്തെന്നാൽ ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്തെന്ന് അവൾ ചിന്തിച്ചു. ദൈവം നമ്മോട് കൂടെ, കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കുകയും പരിശുദ്ധി അമ്മയിലൂടെ രക്ഷാകര പദ്ധതിക്ക് ദൈവം തുടക്കം കുറിച്ചു. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, അവന്റെ കുതികാലിൽ നീ പരിക്കേൽപ്പിച്ചു. കർത്താവിന്റെ വചനമാണ്. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ ആ ഛായ നഷ്ടപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം, അല്ലെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി ചോർന്നുപോയപ്പോ ആ ചോർന്നുപോയ ദൈവിക ചൈതന്യം തിരികെ നൽകുവാനായിട്ട് ദൈവം ആ സമയം തന്നെ പദ്ധതി വിഭാവനം ചെയ്ത് പരിശുദ്ധാത്മാവ്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രക്ഷാകര പദ്ധതിയുടെ തുടക്കമാണ് പരിശുദ്ധ അമ്മയുടെ ജനനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ആ രക്ഷ ദൈവജനത്തിന് നൽകുവാനായിട്ട് ദൈവം ആദ്യം ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് പരിശുദ്ധ അമ്മയെ. ആ അമ്മയുടെ മധ്യസ്ഥയിലൂടെയാണ് കാനായിലെ കല്യാണ വിരുന്നില് ആ വലിയ അത്ഭുതം അവിടെ സംഭവിക്കുക. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള കൽഭരണികളില് വെള്ളം നിറച്ചു എന്നാണ് വചനം പറയുന്നത്. അപ്പൊ ദൈവജനത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം നൽകിയത് വീഞ്ഞിന്റെ സാദൃശ്യത്തിലുള്ള ദൈവത്തിന്റെ വിശുദ്ധീകരണം. പരിശുദ്ധ കുർബാനയെ കുറിച്ച് അവിടെ ആഴമായിട്ട് കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തുന്നുണ്ട്, സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രക്ഷാകര പദ്ധതിയുടെ തുടക്കമാണ്. ദൈവജനം പാപം ചെയ്ത് ആ കുടുംബത്തിലുണ്ടായിരുന്ന ഐശ്വര്യം നഷ്ടപ്പെട്ടത് പുനഃസ്ഥാപിക്കുവാൻ പരിശുദ്ധി അമ്മ അവിടെ സഹായിക്കുക. അവൻ പറയുന്നത് കേൾക്കുവാൻ പരിശുദ്ധി അമ്മ പറയുകയാണ് പരിചാരകരോട്. ആ ഒരു കുടുംബത്തിന്റെ കുറവുകള്, ബലഹീനതകള്, അവിടുത്തെ ഇല്ലായ്മകള്, പോരായ്മകള് പരിഹരിക്കുവാനായിട്ട് സ്വർഗം പറഞ്ഞയച്ചിരിക്കുന്നത് പരിശുദ്ധി അമ്മയെ നമ്മളെ ഓർമ്മപ്പെടുത്തുവാൻ. അവൻ പറയുന്നത് കേട്ടാൽ, അവൻ പറയുന്നത് അനുസരിച്ചാൽ, അവൻ പറയുന്നത് പോലെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രതിസന്ധികളും അല്ല ഇല്ലായ്മകളും അപമാനങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പരിശുദ്ധി അമ്മ അവൻ പറയുന്നത് കേൾക്കുവാനുള്ള പ്രചോദനം തരുന്നത് പരിശുദ്ധി അമ്മ മാതാവാണ്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും നിങ്ങളും പരിശുദ്ധമായ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പരിശുദ്ധി അമ്മയുടെ ആ മധ്യസ്ഥം. അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുവിൻ. ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അമ്മ മാതാവ് നമ്മുടെ കൂടെയുണ്ട്. അമ്മ പറയുന്ന ഒന്ന് മാത്രം, അവൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേട്ട് അത് പാലിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും. അതാണ് അമ്മ പറയാം, അവൻ പറയുന്നത് കേൾക്കുക. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തില് അവൻ പറഞ്ഞു, ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് തരുന്ന കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിങ്ങൾ ഭൂമിയിലുള്ള മറ്റു ജനതകളെക്കാൾ ഉന്നതരാക്കും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മുടെ കുടുംബത്തിലൊരു ഉയർച്ച വരണമെങ്കിൽ പരിശുദ്ധ അമ്മ പറയുന്നത് അവൻ പറയുന്നത് കേട്ട് അനുസരിച്ചാൽ, അത് പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും. ചില കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ചില ഇഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നത്. ലോകത്തിൻ്റെത് നൈമിഷികമായ ലോകത്തിൻ്റെതായ ചില ആഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ ഉപവാസം എടുക്കുന്നുണ്ട്, നമ്മൾ അതുപോലെ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുക. എന്തിനുവേണ്ടി? ഈ ശരീരത്തിൻ്റെ ചില പ്രവണതകളിൽ നിന്ന് ശരീരത്തെ മോചിപ്പിക്കണമെങ്കിൽ അത് ആത്മാവിന്, പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിൽ മാത്രമേ ഇത് നിഹനിക്കുവാനായിട്ട്, ഇല്ലായ്മ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പരിശുദ്ധ അമ്മ പറഞ്ഞു ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ ദൈവജനത്തിന്റെ ശരീരത്തിന്റെ പ്രവണതകളെ അവസാനിപ്പിക്കണമെങ്കിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അമ്മ ചോദിക്കുക. അമ്മ ചോദിച്ച ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കപ്പെടും, ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവനെ യേശുവെന്ന് പേരിടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രക്ഷ നമ്മളിലേക്ക് കടന്നു വരികയാണ്. രക്ഷാകര പദ്ധതിയിലൂടെ ദൈവം ചൊരിയുന്ന ആ രക്ഷ, വചനത്തിൻ്റെ വലിയ സാന്നിധ്യവും ശക്തിയും നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെയാണ്. മറിയം നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശുവെന്ന് പേരിടണം. ആ വചനത്തിൻ്റെ വലിയ ആഴമായ അർത്ഥമാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഒരു 5-6 പ്രാവശ്യമായിട്ട് അബോഷനായിപ്പോയ ഒരു കുടുംബം ഭാര്യയും ഭർത്താവോട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയ ഒറ്റ കാര്യമാണ്, ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ, ഒരു കുഞ്ഞിനെ പ്രസവിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഞാൻ പറഞ്ഞു ആ പുരുഷനോട് സഹോദരനോട്, സഹോദര, നീ ഇവളുടെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് നീ നിരന്തരം പ്രാർത്ഥിക്കുക. മറിയം ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം ഇവളിൽ പൂർത്തീകരിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവവചനം എന്നിലും നിങ്ങളിലും പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ സഹോദരൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, 1 വർഷത്തിനുള്ളിൽ കർത്താവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വയസ്സാവുന്നേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആ സഹോദരൻ എന്നോട് ആവശ്യപ്പെടുക. ആ കുഞ്ഞിന് യാതൊരുവിധ അസ്വസ്ഥതകളും ഉണ്ടാകാതെ, രോഗങ്ങളൊന്നും ഉണ്ടാകാതെ ദൈവം പരിപൂർണമായിട്ട് ആ കുഞ്ഞിനെ സംരക്ഷിച്ച് ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാനുള്ള ഒരു വലിയ ദൈവിക കൃപ കുഞ്ഞിന് കിട്ടാൻ വേണ്ടി ബ്രദർ ഈ ശുശ്രൂഷ സമയങ്ങളിൽ പ്രാർത്ഥിക്കണമെന്ന് അവർ വിദേശത്തു നിന്ന് ആവശ്യപ്പെട്ടിരിക്കുക. ഒരു കുഞ്ഞിന് കർത്താവിൻ്റെ വചനമാണ്. ഈ വചനങ്ങളെല്ലാം നിറവേറുമെന്ന് ആര് വിശ്വസിച്ചാലും അവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതിയായിട്ട് മാറും. നമുക്ക് വചനം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. വചനം ശ്രദ്ധിച്ച് ആ വചനം, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് തരുന്നതെല്ലാം കൃത്യമായിട്ട് നീ പാലിച്ചാൽ നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് തരും. ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് നിരവധിയായ ആളുകൾക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചിട്ടുണ്ട്. വർഷങ്ങൾ 6, 7, 8 വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ, അല്ലെ 10-15 വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. വചനത്തിൻ്റെ ശക്തിയാണ്. വചനം അയച്ചവരെ സുഖപ്പെടുത്തും, വിനാശത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് കർത്താവരെ മോചിപ്പിക്കുമെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവവചനം കടന്നില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം കടന്നു എന്നുകൊണ്ട് ആ വചനത്താൽ ആ ഉദരം വിശുദ്ധീകരിക്കപ്പെടുകയും ആ വചനത്തിലൂടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. വചനം ഉപയോഗിച്ച് നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും ആത്മാവിലും ജീവനിലും എല്ലാം നവീകരണം, മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക. മറിയം പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഈ രക്ഷാകര പദ്ധതി നമ്മളിൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ദൈവവചനം നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറ്റപ്പെടുമ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. നമ്മുടെ മനസ്സ്, ചിന്തകള് ദൈവത്തിൽ ആനന്ദിക്കാൻ തുടങ്ങും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കേണ്ട ഈ ലോകത്തിന്റെ ഒരു സന്തോഷമല്ല, ദൈവികമായ സന്തോഷം നമുക്ക് ലഭിക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സന്തോഷം, ദൈവിക ആനന്ദം, ദൈവിക സമാധാനം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടും. ഇതാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ കൃപ നിറയപ്പെടുവാൻ,
ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശക്തിയും നമ്മളെ നിറയപ്പെടുവാൻ പ്രാർത്ഥിക്കുവാനാണ് അമ്മ ഓർമ്മപ്പെടുത്തുന്നത്. കാലിയായ കൽഭരണികളിൽ ജലമാകുന്ന പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടാൽ അത് മേൽത്തരമായിട്ട്, അനുഗ്രഹമായിട്ട്, വിശുദ്ധീകരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്, അത് കോരിക്കുടിച്ചവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ വിശുദ്ധീകരണം സംഭവിച്ചുവെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയപ്പെടട്ടെ, അഭിഷേകം നിറയപ്പെടട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിലെ 1 മുതൽ സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവരുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങളുള്ള കിരീടം. അവർ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു, പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടത്, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, അതിന് 7 തലകളും 10 കൊമ്പും, തലയിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിലെ 1/3 വാരിക്കുട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. സ്ത്രീയെ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കുവാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് സംഭവിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അനന്തര സ്വർഗത്തിൽ വലിയൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം, സർവ്വലോകത്തെ നശിപ്പിക്കുന്ന സാത്താനും പിശാചും എന്ന് വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരും. സ്വർഗത്തിൽ വലിയൊരു സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നാശത്തിലേക്ക്, തകർച്ചയിലേക്ക് നയിക്കുന്ന തിന്മയെ അതിജീവിക്കുവാൻ രക്ഷാകര പദ്ധതിയിലൂടെ ദൈവം ചൊരിഞ്ഞിരിക്കുന്ന നിത്യമായ രക്ഷ നമ്മളിലേക്ക് വ്യാപരിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് വെളിപാടിന്റെ പുസ്തകത്തിലൂടെ അപ്പസ്തോലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രക്ഷ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ പ്രലോഭനത്തെ അതിജീവിക്കുവാനുള്ള അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെട്ടു. നമുക്ക് ദൈവവചനം, അടുത്ത വചനം എന്താണ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ നമ്മുടെ സഹോദരനോട് ദുഷിക്കുകയും രാപകൽ ദൈവ സമക്ഷം അവരെ പഴിപറയുകയും ചെയ്യുന്ന വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവരുടെ വിജയം നേടി ജീവൻ നൽകുവാനും അവർ തയ്യാറായി. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട്, പരിശുദ്ധ കുർബാന കൊണ്ടും ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നുകൊണ്ടും അവിടുന്ന് അവയുടെ മേൽ വിജയം വരിച്ചു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധ കുർബാനയിലൂടെയാണ് ദൈവത്തിന്റെ അനന്തമായ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുന്നത്. വചനം നമ്മെ ഓർമ്മപ്പെടുത്തും. കുഞ്ഞാടിന്റെ രക്തം, പരിശുദ്ധമായ ബലിയാണ് അവിടെ അനുസ്മരിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. കുഞ്ഞാടിന്റെ രക്തത്താലും സ്വന്തം വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട്, വചനം അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം കൊണ്ടുമാണ് നമ്മൾക്ക് ദൈവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ജീവിതത്തിലൂടെയാണ് ഈ നാരകീയ സർപ്പത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ശക്തി പ്രദാനം ചെയ്തുവെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കുഞ്ഞാടിന്റെ രക്തത്താലും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനത്താലും അവന്റെ മേൽ അവർ വിജയം നേടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പൈശാചിക പീഡകൾ അല്ലെങ്കിൽ രോഗപീഡകൾ എന്നൊരു ഡോക്ടറെ വിളിച്ചിട്ട് ഭാര്യയ്ക്ക് പൈശാചിക പീഡയിലായിരിക്കുക, അസ്വസ്ഥതയാണ്, തലമുടിയൊക്കെ വലിച്ചു പറിക്കുകയും വളരെ അസ്വസ്ഥത കാണിക്കുക. പ്രിയപ്പെട്ട കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദൈവിക സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുകയാണ്. ദൈവത്തിന് വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഈ തിന്മയുടെ സ്വാധീനങ്ങളെ, അന്ധകാരത്തിന്റെ ശക്തികളെ ജീവിതത്തിൽ നിന്ന് പരാജയപ്പെടുത്തുവാനുള്ള 2 വഴികളാണ്. ഒന്ന് പരിശുദ്ധ കുർബാനയോ, ഒന്ന് വചനമനുസരിച്ചുള്ള ജീവിതമെന്ന് സുവിശേഷ വെളിപാടിന്റെ പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വചനം അനുസരിച്ച് ജീവിക്കണം.
ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനങ്ങൾ ഒരു 3 ആവർത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എങ്ങനെയാണ് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധ്യമാകുന്നതെന്ന് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാകും. ആ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ബലിയർപ്പണത്തിലൂടെയും അതുപോലെ തന്നെ കൂദാശ ജീവിതങ്ങളിലൂടെയും അതുപോലെ തന്നെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദൈവവൈതൽ ജീവിച്ചാൽ അവന്റെ മേൽ ഒരു നാരകീയ ശക്തിക്കും കടന്നു കയറുവാനോ അവന്റെ കുടുംബത്തെയോ അവന്റെ വസ്തുക്കളെയോ ഇല്ലായ്മ ചെയ്യുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങളൊന്ന് ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെന്താ എങ്ങനെ സംഭവിക്കും? വെള്ളം നിറയണം. കാലിയായ കൽഭരണിയിൽ വെള്ളം നിറയണം, അല്ലാതെ സംഭവിക്കത്തില്ല. അവിടെ വചനം പറഞ്ഞ് സാക്ഷ്യം വഹിക്കണം. ഞാനാകുന്ന കൽഭരണിയിൽ ജലമാകുന്ന പരിശുദ്ധാത്മാവ് നിറയപ്പെടുമ്പോഴാണ് മേൽത്തരമായിട്ട് ഞാനും നിങ്ങളും മാറ്റപ്പെടും. കർത്താവിൻ്റെ രക്തമായിട്ട്, ജീവനായിട്ട്, ആത്മാവായിട്ട് നമ്മുടെ ജീവിതം മാറ്റപ്പെടുകയാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളൊരു ക്രിസ്തുവിൻ്റെതായിട്ട് മാറി ദൈവത്തിൻ്റെതായിട്ട് നമ്മൾ മാറ്റപ്പെടുകയും നമുക്കൊരു നിമിഷം ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കുറവുകൾ ഒക്കെ ഈശോയ്ക്ക് അറിയാം. ഈ ബലഹീനതകളിൽ നിന്നും കുറവുകളിൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിക്കുവാൻ നമുക്ക് ഈശോയുടെ രക്തം ചോദിച്ചുകൊണ്ട്, യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം ചോദിച്ചുകൊണ്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കുക. എല്ലാ പാപബന്ധനങ്ങളിൽ നിന്നും, രോഗത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, അന്ധകാരത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാനായിട്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ സ്വർഗത്തിൽ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. സ്വരമുയർത്തി സ്തുതിക്കുന്നു. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനുടെ ആടയാക്കിയ ഒരു സ്ത്രീ, അവിടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 തരം നക്ഷത്രം കൊണ്ടുള്ള കിരീടം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ധരിച്ചവളായിരുന്നു പരിശുദ്ധ അമ്മ. അവിടെ മലമുകളിൽ ഇറങ്ങി വന്ന് ഇസ്രായേലിന്റെ ദീനരോധം കേട്ടുകൊണ്ട് മലമുകളിൽ ഇറങ്ങി വന്ന് അഗ്നിയായ അഭിഷേകമായി ദൈവം ഇറങ്ങി വന്ന് മോശെ വിളിച്ചു. എങ്കിൽ ഇസ്രായേലിനെ രക്ഷിക്കുവാനായിട്ട് ദൈവം ഇറങ്ങി വന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തും. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അഗ്നിമയമായ ഒരു അഭിഷേകത്തിനുള്ളിൽ, ദൈവികമായ ഒരു അഗ്നിക്കുള്ളിൽ ആയിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യത്തെയാണ് ദൈവം ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കരമുയർത്തി ഒന്നുകൂടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവിടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ദൈവത്തെ ധരിക്കുന്നവരായിട്ട് ഞാനും നിങ്ങളും മാറ്റപ്പെടണമെന്ന് പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തെ ധരിക്കുന്നവരായിട്ട് അഗ്നിയായിട്ട്, അഭിഷേകമായിട്ട് നമ്മൾ മാറ്റപ്പെടണമെന്ന് വെളിപാട് പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും പരിശുദ്ധ അമ്മയെപ്പോലെ ആയിത്തീരുവാൻ നമ്മളെ കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും അതിന് തടസ്സമായിരിക്കുന്ന എല്ലാ ബലഹീനതകളും നമ്മുടെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ, എല്ലാ പാപാവസ്ഥകളും, എല്ലാ അശുദ്ധിയും നീങ്ങിപ്പോയി പരിശുദ്ധ അമ്മയെപ്പോലെ നിർമ്മലതയുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോയുടെ തിരുരക്തം ആഗ്രഹിച്ചുകൊണ്ട്, പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപേക്ഷനായിരിക്കുന്ന അറക്കപ്പെട്ട കുഞ്ഞാടിനെ സ്ലീഹ കണ്ടു, യോഹന്നാൻ സ്ലീഹ കണ്ടു എന്നാണ് വെളിപാട് പുസ്തകം നമ്മളെ ഓർമ്മ. ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്ന സമയമാണ്. വിശ്വാസത്തോടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ആഗ്രഹിച്ച് നമ്മുടെ ബലഹീനതകളോ, നമ്മുടെ നാവിൻ്റെ അശുദ്ധി, നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതകൾ, കുറവുകൾ, അരിശവും ദേഷ്യവും ഭിന്നതയും വിഭാഗിച്ചതയും അന്ധവിശ്വാസത്തിൻ്റെ അവസ്ഥകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുവാൻ, കർത്താവിനെ ദൈവത്തെ ധരിക്കുന്നവരായിട്ട് മാറുവാൻ, കർത്താവിൻ്റെ അഗ്നിയ അഭിഷേകത്തിൽ അതിനുള്ളിൽ വസിക്കുന്നവരായിട്ട് നമ്മൾ മാറ്റപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ അതിൻ്റെ തടസ്സമായിരിക്കുന്ന ബലഹീനതകളിലേക്ക്, കുറവുകളിലേക്ക് യേശുവിൻ്റെ രക്തം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കുഞ്ഞാടിൻ്റെ രക്തത്താലും സ്വന്തം വചനത്തിൻ്റെ സാക്ഷ്യത്താലും അവൻ്റെ മേൽ അവർ വിജയം നേടി. വചനത്തിൻ്റെ ശക്തിയാൽ ഓരോ ദൈവമക്കളുടെ അധരങ്ങളുടെ വ്യാപരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ അവർ വിജയം നേടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ചേർന്ന് കരമടിച്ചു പാടാം. എല്ലാവരും ചേർന്ന് നന്നായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു.
തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം, അഭിഷേക രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം, പാപമോചനത്തിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പാപമെല്ലാം നീങ്ങിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. പാപമെല്ലാം നീങ്ങിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. ശക്തിയോടെ കരമടിച്ച് നന്നായിട്ട് നമുക്ക് ആരാധിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും യാക്കോബ് യാബൂക്ക് എന്ന കടവിൽ വെച്ച് ദൈവമായിട്ട് മൽപ്പിടുത്തം നടത്തി ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കിയതുപോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ ദൈവം ചൊരിയുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ദൈവസന്നദ്ധയിൽ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ യാചിച്ച് നമുക്ക് അനുഗ്രഹങ്ങളെല്ലാം സ്വന്തമാക്കാനുള്ള ആ വലിയമായ തീഷ്ണതയുടെ അരൂപി നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? വലിയ അനുഗ്രഹം വ്യാപരിക്കുന്നുണ്ട്. ദൈവം വലിയ അനുഗ്രഹങ്ങള് സമൂഹത്തിന്റെ മേല് നൽകുന്നുണ്ട്. ആത്മീയവും ഭൗതികവും ശാരീരികവും സാമ്പത്തികമായ മേഖലയില് വലിയ കാര്യങ്ങള്, വൻ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നു എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കരമുയർത്തി ഒറ്റ വിളി ഈശോയെന്ന് വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു, അത്യുന്നതനായ ദൈവത്തെ വിളിക്കുന്നു. കരമടിച്ചു പാടാം. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. കോപമെല്ലാം മാറിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ. കോപമെല്ലാം മാറിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ. ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ, ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. അഭിഷേകം ചെയ്യപ്പെടട്ടെ. ഓരോ ദൈവമക്കളും ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തികളായിട്ട് മാറ്റപ്പെടുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ നമ്മുടെ കുടുംബത്തിലുള്ള സാത്താനിക ശക്തികൾ, പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ, മദ്യത്തിന്റെ അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുള്ള ആ ശക്തികൾ കഴിയുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേല് കർത്താവിന്റെ അത്ഭുതകരമായ ദൈവിക ശക്തി വ്യാപരിക്കുന്ന അവിശ്വാസത്തില്, അന്ധവിശ്വാസത്തില്,
ദേവാലയങ്ങളിൽ പോകാതെ പൈശാചിക ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ കർത്താവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരികളുടെ സമയമാണ്. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കുടുംബത്തിന്റെ മേല്, ദേശത്തിന്റെ മേല്, വ്യക്തി ജീവിതങ്ങളുടെ മേൽ കുടിയിരുന്നുകൊണ്ട് ആത്മീയവും ഭൗതികവും ശാരീരികവും സാമ്പത്തികമായ മേഖലയിലോ വലിയ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അശുദ്ധാത്മാക്കളെയും പൈശാചിക സേനകളെയും അവയുടെ വ്യൂഹങ്ങളെയും സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ പൗരോഹിത്യ അധികാരത്തോട് ചേർന്നുകൊണ്ട്, സഭാപിതാവിന്റെ അധികാരത്തോട് ചേർന്നുകൊണ്ട്, മാർപ്പാപ്പയുടെ അധികാരത്തോട് ചേർന്നുകൊണ്ട്, പത്രോസിന് യേശു കൊടുത്ത അധികാരത്തിൽ നിന്നുകൊണ്ട് നസ്രായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് മർക്കോസ് 16:17 വചനത്തിൽ നിന്നുകൊണ്ട്, ലൂക്ക 10:19 വചനത്തിന്റെ ശക്തിയാൽ, വെളിപാട് 12:11 തിരുവചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ഒന്നു ചേർന്ന് ബന്ധിക്കുന്നു, കുരിശുചൂടിലേക്ക് ബഹിഷ്കരിച്ചിരിക്കുന്നു. കരമുയർത്തി ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. അഭിഷേകത്തോട് വിളിക്കുന്നു. ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്കാരെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ദൈവത്തിന്റെ പുരോഹിതൻ വിശുദ്ധ ജലത്താൽ നമ്മളെ വിശുദ്ധീകരിക്കുന്ന സമയമാണ്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി അസ്വസ്ഥതകൾ നമ്മളിലുണ്ട്, നമുക്ക് ഒത്തിരിയേറെ സ്വഭാവ വൈകല്യങ്ങൾ നമ്മളിലുണ്ട്. ഇതെല്ലാം ഈ സമയത്ത്, ഈ ശുശ്രൂഷ സമയങ്ങളിൽ, ഈ ആത്മീയ ശുശ്രൂഷ സമയങ്ങളിലെല്ലാം വിട്ടുപോകാനായിട്ട് നമുക്ക് എന്ത് വിഷയം ആഗ്രഹിക്കുക. അറിയത്തെ പോലെ നിർമ്മലമായ ഒരു ഹൃദയത്തിന് ഉടമയായിട്ട് കർത്താവ് ഞങ്ങളെ മാറ്റണം. ദൈവകൃപ നിറഞ്ഞ ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. കർത്താവ് കൂടെയുള്ള ഒരു വ്യക്തിയാക്കി എന്നെ രൂപപ്പെടുത്തണം. എല്ലാ പാപവസ്തുയിൽ നിന്നും, എല്ലാ അശുദ്ധിയിൽ നിന്നും, എല്ലാ പൈശാചികമായ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ശക്തി നൽകി കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ഹൃദയപൂർവ്വം ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാൻ. ശരീരത്തിൻ്റെ മേലും എല്ലാ രോഗപീഠകളുടെ മേലും കർത്താവിൻ്റെ അത്ഭുതകരമായ ദൈവിക ശക്തി വ്യാപരിക്കപ്പെടുന്ന സമയമാണ്. എല്ലാവരും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഭവനങ്ങളിലായിരിക്കുന്നവർ, കുടുംബത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്കായിട്ട് പോയിരിക്കുന്ന നമ്മുടെ മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ എല്ലാവരും അനുഗ്രഹിക്കണേ. ശുശ്രൂഷ ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനത്തെയും, കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. വിദേശ രാജ്യങ്ങളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരിക്കും നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഓർത്തുകൊണ്ട് എല്ലാവരും നമുക്ക് ഓർക്കാം. നമ്മുടെ നിന്ന് വേർപിരിഞ്ഞു പോയി ആയിരിക്കുന്ന എല്ലാ ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആത്മീയ ഗുരുവായ ജോയിച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വലിയ കൃപ വരെ ഈ ശുശ്രൂഷയെ സഹായിച്ചു എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മളെ ആത്മീയമായിട്ട് സഹായിച്ച എല്ലാ വൈദികരെയും ഓർത്ത് നാളെ ഇതുവരെ ശുശ്രൂഷയെ സഹായിച്ചിരിക്കുന്ന എല്ലാ വൈദികരെയും, സന്യസ്തരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. നിങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ വിശുദ്ധീകരിക്കണമേ. എല്ലാ പാപാവസ്ഥകളും നിങ്ങൾക്ക് മോചനം നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ വീണ്ടും പാപം ചെയ്യാതിരിക്കുവാൻ തക്കവിധം ആത്മീയ കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. സുന്ദരമായിട്ട് സ്തുതിക്കുന്ന സമയത്ത് പുരോഹിതൻ വിശുദ്ധ ജലത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കും. കരമുയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ജോലിയില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുണ്ട്, ജോലി തടസ്സം നേരിടുന്നവരുണ്ട്, പരീക്ഷയിൽ പല പ്രാവശ്യം എഴുതിയിട്ടും പരാജയപ്പെടുന്നവരുണ്ട്, നിരവധിയായ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്, തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, കുടുംബജീവിതം പരാജയപ്പെട്ടവരുണ്ട്, ഡൈവോഴ്സിന്റെ വക്കിലെത്തിയവരുണ്ട്. കർത്താവെ, നിരവധിയായ മക്കള് നിന്റെ സന്നദ്ധയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, യാചനകൾ, പ്രാർത്ഥനകൾ അവിടെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ യാചനകളുടെ മേലും, ഓരോ ആഗ്രഹങ്ങളുടെ മേലും, ആവശ്യങ്ങളുടെ മേലും കർത്താവെ അവിടുന്ന് ഇടപെടുന്നതിനോർത്ത് ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. സ്തുതിക്കാമോ, സ്തുതിക്കാമോ, എല്ലാവരും സ്തുതിക്കാമോ. സ്തുതിക്കുന്നു. ഈശോ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, ഈശോ അനുഗ്രഹിക്കണമേ. ആത്മീയവും ഭൗതികവും ശാരീരികവും സാമ്പത്തികമായ മേഖലയിൽ ഒത്തിരിയേറെ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹമേ ആണ് കർത്താവേ. ഈ സമൂഹത്തെ അവിടുന്ന് സമൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഈശോയെ, ഈശോയെ എന്ന് വിളിച്ച്, രക്ഷകനായ ദൈവത്തെ വിളിച്ച് ഒന്നു ചേർന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കാമോ?
സ്വരമുയർത്തി വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിച്ച് ഓരോ നിയോഗങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട് ആ നിയോഗത്തിന്റെ മേൽ, ആവശ്യങ്ങളുടെ മേൽ, ആഗ്രഹങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി, യേശുവിന്റെ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു. ആത്മാവിന്റെ നിറവിൽ വിളിക്കുന്നു. യേശുവേ നന്ദി. നമുക്ക് കാഴ്ച സമർപ്പണത്തിന്റെ സമയമാണ്. പിന്നെ ഇവിടെ നാളെ നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം 4 കുർബാനയോടുകൂടിയാണ് 8 നോയമ്പിൻ്റെ ശുശ്രൂഷ, നമ്മുടെ ഈ ശുശ്രൂഷ ഈ ദേവാലയത്തിൽ അവസാനിക്കുന്നത്. അപ്പോൾ ആ ശുശ്രൂഷയ്ക്ക് ശേഷം നമുക്ക് നേർച്ച ഭക്ഷണം നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതിലേക്കായിട്ടൊക്കെയാണ് ഈ സംഭാവന നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനായിട്ടാണ് നിങ്ങൾ ആഗ്രഹത്തോടെ നിങ്ങളുടെ ആത്മീയ മേഖലയും ഭൗതിക മേഖലയും സാമ്പത്തികവും എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെട്ടിട്ട് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആ മേഖലയിലേക്കെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹം വ്യാപരിക്കപ്പെട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ നിയോഗം നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഭൗതിക മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ വലിയ ക്ലേശങ്ങളിലൂടെ മക്കൾ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവെ സമൃദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പരദീസ നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കാനാൻ ദേശം നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്വതന്ത്രമായിട്ട് ഏതെല്ലാം മേഖലയിൽ കടബാധ്യതയുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ, ബാങ്കിൻ്റെ ഇതിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ആളുകളോട് വാങ്ങിച്ചതായിരിക്കാം, നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് കടബാധ്യതയുടെ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പൂർണ്ണമായിട്ട് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ചേ. സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളിലേക്ക് കർത്താവിന്റെ അനുഗ്രഹം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി നമുക്ക് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാം. ഞായറാഴ്ച ശുശ്രൂഷകളിൽ കഴിയുന്നത്തെ ആളുകൾ പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഞായറാഴ്ച നമ്മുടെ ശുശ്രൂഷ അവസാനിക്കുന്നത് കൂടുതൽ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്. ഇത്രയും ദിവസം നമ്മൾ 33 ദിവസം നമ്മൾ വിമല ഹൃദയ പ്രതീക്ഷ നടത്തുകയായിരുന്നു. അതുപോലെ തന്നെ ദാനിയേൽ ഉപവാസത്തിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളായിരുന്നു. നമ്മൾ 8 ദിവസങ്ങളിൽ 8 നോയമ്പെടുത്ത് നല്ല കഠിന നോയമ്പിലൂടെയാണ് ശുശ്രൂഷകർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ജനം കടന്നു പോകുന്നത്. അതിനുശേഷം നമ്മൾ അവസാന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയിലൂടെ എല്ലാം ദൈവം തരുന്ന വലിയ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ദിവസമാണ് ഈ ശുശ്രൂഷയുടെ അവസാനത്തെ ആ ദിവസങ്ങൾ. അതിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിച്ച് എല്ലാവരും ആ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സഹകരിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഭൗതികമായും ആത്മീയമായിട്ടും ശാരീരികമായിട്ടും കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ തരും. കർത്താവായ ദൈവം ഞാൻ കൂടെയുണ്ടല്ലോ, കൈപിടിച്ചു നടത്തുവാൻ കൂടെയുണ്ടല്ലോ. കർത്താവായ ദൈവം ഞാൻ കൂടെയുണ്ടല്ലോ, കൈപിടിച്ചു നടത്തുവാൻ കൂടെയുണ്ടല്ലോ. മണ്ണിൽ വിജയം നേടിടുവാൻ മാനവ ഹൃദയം തുറക്കുവാൻ അഭിഷേകം ചെയ്തു നിന്നെ വേർതിരിച്ചു ഞാൻ, അഭിഷേകം ചെയ്തു നിന്നെ വേർതിരിച്ചു ഞാൻ. കർത്താവായ ദൈവം ഞാൻ കൂടെയുണ്ടല്ലോ, കൈപിടിച്ചു നടത്തുവാൻ കൂടെയുണ്ടല്ലോ. കർത്താവായ ദൈവം ഞാൻ കൂടെയുണ്ടല്ലോ, കൈപിടിച്ചു നടത്തുവാൻ കൂടെയുണ്ടല്ലോ. മുട്ടുമേലാകാം. ഈശോ ജനമധ്യത്തിലേക്ക് കടന്നു വരികയും പരിശുദ്ധ അമ്മയിൽ ദൈവകൃപ നിറഞ്ഞപ്പോൾ അമ്മയിലേക്ക് വന്നു ചേർന്നത് രക്ഷകനായ യേശുനാഥനാണ്. ആ രക്ഷകനായ യേശുനാഥൻ നമ്മളിലേക്ക് പരിശുദ്ധ കുർബാന അപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപത്തിൽ ഈശോ മറഞ്ഞിരിക്കുന്ന അപ്പത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഈശോയെ നമ്മൾ ആരാധിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മളെ കർത്താവ് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമെന്നും രോഗങ്ങളിൽ നിന്ന് മോചനം തരുമെന്നും ഭക്ഷ്യവും പാനീയവും ആശീർവദിച്ച് അനുഗ്രഹിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്.
ദൂതന്മാരാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. യേശുനാഥായൻ കർത്തനാം രക്ഷകൻ നീ. ദൂതന്മാരാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം, സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാനും പരിശുദ്ധ അമ്മയെ പോലെ നിർമ്മലമായ ഹൃദയത്തിന് ഉടമയായി തീരുവാനും നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് സൃഷ്ട വസ്തുക്കളുടെ മേൽ വലിയൊരു അധികാരമാണ് സ്വർഗം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തത്. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിക്കാമോ? സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവരുടെ പാദങ്ങൾക്ക് കീഴിൽ ചന്ദ്രൻ സൃഷ്ട വസ്തുക്കളെ മുഴുവനും അധീനതയിലാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മ സ്വർഗത്തിലായിരിക്കുന്നുവെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ധരിച്ചവളാണ് പരിശുദ്ധ അമ്മ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് അഭിഷേകം നിറയപ്പെടട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് എല്ലാ വസ്തുക്കളുടെ മേലും ആധിപത്യം നൽകുവാനായിട്ട് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് അമ്മ മാതാ പ്രാർത്ഥിക്കുന്നുണ്ട്. സൂര്യനേക്കാൾ ശോഭയേറിയ മുഖകാന്തിയുള്ള യേശുവിനെ സ്വന്തമാക്കിയവളാണ് പരിശുദ്ധ അമ്മ. കരമുയർത്തൊന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ. അഭിഷേകത്തോടെ വിളിക്കാമോ? ഈശോയെ. സർവശക്തിയോടെ വിളിക്കാമോ? ഈശോയെ. നമുക്ക് അമ്മയോടൊപ്പം ആരാധിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരമടിച്ച് നമുക്ക് പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയെ ആരാധിക്കുക. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. ശക്തിയോടെ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ശക്തിയോടെ. ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി
മാതേ. അഭിഷേകത്തോടെ നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, ചേർന്ന് പഠിക്കേ. സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച് നീ സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, അവന്റെ കുതികാലിൽ നീ പരിക്കേൽക്കും. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വലിയ സകല അധികാരവും പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം കൊടുത്ത നിമിഷമാണ്. ദൈവത്തെ ധരിക്കുവാൻ, ഗർഭം ധരിക്കുവാൻ തയ്യാറായ പരിശുദ്ധ അമ്മ, എന്നോടും നിങ്ങളോടും സ്വർഗം പറയുന്നത് ദൈവത്തെ ധരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാനും നിങ്ങളും, വചനത്തെ ധരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാനും നിങ്ങളും മാറ്റപ്പെടുമ്പോ സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ സ്വർഗത്തിലുണ്ട്. ആ സ്ത്രീ നമുക്ക് സ്വന്തമാണ്. ചന്ദ്രനെ പാദത്തിന് കീഴിലാക്കിയ ഒരു സ്ത്രീ, സൃഷ്ടവസ്തുക്കളെ പാദത്തിന് കീഴിലാക്കിയ ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയോടൊപ്പം യേശുവിനെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ നമുക്ക് പാടി ആരാധിക്കാം. വിനയാന്യതരെ കനിവോടെ ദൈവമുയർത്തും എന്നതിന് ഈ മണ്ണിൽ കൺമുന്നിൽ മേരിയൊടയാളം. ചേർന്ന് പഠിക്കേ. വിനയാന്യതരെ കനിവോടെ ദൈവമുയർത്തും എന്നതിന് ഈ മണ്ണിൽ കൺമുന്നിൽ മേരിയൊരടയാളം. മേരിയൊരടയാളം, മണ്ണിൽ മേരിയൊരടയാളം. മേരിയൊരടയാളം, മണ്ണിൽ മേരിയൊരടയാളം. വിശ്വാസിക്ക് ഹൃദയതലത്തിൽ മേരിയൊരടയാളം. വിശ്വാസിക്ക് മേരിയൊരടയാളം. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം സുരലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. ദൈവത്തിൻ തിരുമുമ്പിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗം രാജകന്യ. ദൈവത്തിൻ തിരുമുമ്പിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗം രാജകന്യ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കുന്ന അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ, എല്ലാ ബന്ധനങ്ങളും ഒഴിഞ്ഞു പോട്ടെ, എല്ലാ തടസ്സങ്ങളും നീങ്ങി പോട്ടെ. കർത്താവിന്റെ മഹത്വം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. സകലതിന്റെ മേൽ ദൈവം നമുക്ക് അധികാരം തരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥിലൂടെ സകലതിന്റെ മേൽ, ലോകത്തിലുള്ള എല്ലാ സൃഷ്ട വസ്തുക്കളുടെ മേൽ കർത്താവ് വലിയ അധികാരം നൽകിക്കൊണ്ട് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശത്രുവിന്റെ മേൽ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല. നിങ്ങൾ എന്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. പുതിയ ഭാഷകൾ നിങ്ങൾ സംസാരിക്കും. മർക്കോസ് 16:17, ലൂക്ക 10:19 അഭിഷേകം ഇതാ വ്യാപരിക്കപ്പെടുന്നു. കരമുയർത്തി സ്തുതിക്കുന്നു ഹല്ലേലൂയ, സ്വരമുയർത്തി സ്തുതിക്കുന്നു ഹല്ലേലൂയ, വിശ്വാസത്തോടെ സ്തുതിക്കുന്നു ഹല്ലേലൂയ, അഭിഷേകത്തോടെ സ്തുതിക്കുന്നു ഹല്ലേലൂയ. ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. നമുക്ക് ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ കേട്ട് നമുക്ക് ദൈവത്തെ മാത്രം. ഹെലേന ജോയി കൂടല്ലൂരിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുകയും അമ്മ മാതാവ് വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം. BSc നേഴ്സിംഗ് എക്സാമിൽ ആ സമയത്ത് പനി കാരണം കിടപ്പിലായിരുന്നു. അവൾ ഒന്നും തന്നെ എഴുതിയിരുന്നില്ല എന്ന് പറഞ്ഞു. മോൾ ജയിക്കുവാണെങ്കിൽ ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ നേർന്നതിൻ്റെ ഫലമായി ഉന്നത വിജയം നൽകി കർത്താവ് മകളെ അനുഗ്രഹിച്ചു. ഇവിടുത്തെ ആരാധനയിലൂടെ ഈശോ എന്ന എല്ലാ അനുഗ്രഹങ്ങളും അമ്മയുടെ മധ്യസ്ഥയിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആ കുടുംബം ദൈവസന്നിധിയിൽ നന്ദി പറയുകയും. ലിറ്റി ജോർജ്, ഞാൻ ഏറ്റുമാരിൽ നിന്ന് വരുന്നു. 3 വർഷത്തോളമായി ഞങ്ങൾ പ്രാർത്ഥനയിലും ആരാധനയിലും മുടങ്ങാതെ പങ്കെടുക്കുന്നതാണ്. ഞാൻ MSc കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുകയും പാസ്സാകുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ നേർന്ന് ഞങ്ങൾ എലക്റ്റീവ് പേപ്പർ സെലക്ട് ചെയ്തിരിക്കുന്ന പേപ്പർ, ഇവിടെ ആഗ്രഹിച്ച പേപ്പർ അതും യൂണിവേഴ്സിറ്റി മാറ്റുകയും പുതിയ പേപ്പർ ആഡ് ചെയ്യുകയും ചെയ്തു. ആ വിഷയങ്ങൾ പഠിക്കുവാനായിട്ട് ഭയങ്കര പാടായിരുന്നു. എക്സാമും ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച റിസൾട്ട് വരികയും ഞാൻ നല്ല മാർക്കുകൾ കിട്ടി പാസ്സാകുകയും ചെയ്തു. വിശുദ്ധ ചാവറ പിതാവിലൂടെയും പരിശുദ്ധ അമ്മയിലൂടെയും ലഭിച്ച ഈ അനുഗ്രഹത്തിന് ആ സഹോദരി ദിവസത്തിന് നന്ദി പറയുകയും. എൻ്റെ പേര് റീന ജോബി. ഞാൻ UK നേഴ്സായിട്ട് കെയറായി 19 വർഷമായി ജോലി ചെയ്യുന്നു. നേഴ്സായി ജോലി ചെയ്യുവാൻ വേണ്ടി എക്സാം എഴുതുകയും 1 വർഷം മുമ്പ് പാസ്സാവുകയും ചെയ്തു. NMSCയിൽ നിന്ന് അയച്ച പേപ്പറിൽ നേഴ്സിംഗ് സൂപ്രണ്ടുമാർ ഒപ്പിട്ട കോളം മാറിപ്പോവുകയും പിൻ ലഭിക്കാതെ വരികയും ചെയ്തു. അത് കഴിഞ്ഞ് 2024 ജൂൺ 3-ാം തീയതി എക്സാം എഴുതുകയും പാസ്സാവുകയും ചെയ്തു. നേഴ്സിംഗ് സൂപ്രണ്ട് എന്നെ ഫയർ ചെയ്യുകയും ഒപ്പിടില്ല എന്ന് പറയുകയും ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം തേടുകയും ബ്രദർ പറഞ്ഞതനുസരിച്ച് പൂക്കൾ വെച്ച് ആരാധന നടത്തുകയും 33 ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും എല്ലാ ആഴ്ചകളിലും എൻ്റെ സഹോദരി ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുത്തതിൻ്റെ ഫലമായി ഇന്നലെ എനിക്ക് പിൻ ലഭിക്കുകയും ചെയ്തു എന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തി. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ചാവർ പിതാവിൻ്റെ മധ്യസ്ഥയിലൂടെ ലഭിച്ച ഈ അനുഗ്രഹത്തിന് സാക്ഷ്യം നൽകുന്നു. നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഗസ്റ്റിൻ എന്ന് പറഞ്ഞ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കിഡ്നിക്കകത്ത് 4.7 ഉള്ള ഒരു വലിയ ഗ്രോത്ത് ഉണ്ടായിരുന്നു. ആ ഗ്രോത്ത് വന്ന് അവിടെ ഭയപ്പെട്ടു. അതിനുശേഷം വീണ്ടും സ്കാനിങ്ങിന് ഒരു ഉയർന്നൊരു സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഡോക്ടർമാർ അത് കുറിച്ചു. അതിന് വേണ്ടിയിട്ട് ചെക്കപ്പിന് വേണ്ടിയിട്ട് നിശ്ചിത സമയത്ത് വിളിച്ച് പ്രാർത്ഥന സഹായം ചോദിച്ചു. അതിനായി ഞാൻ വന്ന് ഇവിടെ വന്ന് കുടുംബസമയം അവരുടെ വീട്ടിൽ അവൻ UK ഈ കൂടുതൽ വീട്ടിലുള്ളവരെല്ലാം വന്ന് ആരാധനയിൽ പങ്കുചേരാൻ പറഞ്ഞു. അങ്ങനെ അവർ ഒരു ഞായറാഴ്ചത്തെ ആരാധനയിൽ വന്ന് പങ്കുചേരുകയും പൂക്കൾ വെച്ച് ആരാധന നടത്തുകയും ചെയ്തു. അതിനുശേഷം അവർ ടെസ്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ, സ്കാനിങ് റിസൾട്ട് വന്നപ്പോൾ അങ്ങനെ ഒരു ഗ്രോത്ത് കിഡ്നിക്കകത്തില്ല എന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ആ വ്യക്തി പരിപൂർണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയിലൂടെ നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പാടി വീണ്ടും നമുക്ക് ഈശോയെ ഒരിക്കൽ കൂടി നമുക്ക് ആരാധിക്കാം. ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നന്നായിട്ട് കരടിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ സംഭവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാനും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും സാക്ഷ്യ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് യേശുവിനെ നമുക്ക് വീണ്ടും വീണ്ടും പാടി ആരാധിക്കാം.
സൈന്യാധിപേ സൈന്യാധിപേ മന്നിലെന്റെ തിരു തെളിക്കാം. സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മന്നിലെന്റെ തിരു തെളിക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ ഇന്നു തറയ്ക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ ഇന്നു തറയ്ക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടു കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടു കൂടെ ജോലിക്കും. രോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. രോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മന്നിലെന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മന്നിലെന്റെ തേരു തെളിക്കാം. സാത്താന്റെ സൈന്യം സംഭീതരാകും അമ്മേ നിന്റെ പ്രിയപുത്രൻ വരുമ്പോൾ. സാത്താന്റെ സൈന്യം സംഭീതരാകും അമ്മേ നിന്റെ പ്രിയപുത്രൻ വരുമ്പോൾ. ദുഷ്ടൻ വയ്ക്കും കെണികൾ പൊട്ടി പൊട്ടി തകരും അമ്മേ നിന്റെ മിന്നലൊളി വീശുമ്പോൾ. ദുഷ്ടൻ വയ്ക്കും കെണികൾ പൊട്ടി പൊട്ടി തകരും അമ്മേ നിന്റെ മിന്നലൊളി വീശുമ്പോൾ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടു കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടു കൂടെ ജോലിക്കും. രോഗങ്ങൾ മാറിപ്പോകുന്നേ എല്ലാവരും അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. ശക്തിയോടെ രോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മന്നിലെന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മന്നിലെന്റെ തേരു തെളിക്കാം. ശക്തിയോടെ പാടാം. അഭിഷേകത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. ആത്മാവെ വ്യാപരിക്കണമേ. ഞങ്ങളുടെ ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ആ ഘട്ടങ്ങളെ തരണം ചെയ്യുവാനുള്ള, തടസ്സങ്ങളെ തരണം ചെയ്യുവാനുള്ള ആത്മീയമായ അഭിഷേകം ഞങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ പരിശുദ്ധി അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അമ്മ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് സ്തുതിക്കാമോ. ഹല്ലേലൂയ അഭിഷേകം നിറയുന്നു, അഭിഷേകം നിറയുന്നു, അഭിഷേകം നിറയുന്നു. ശാരീരികമായ രോഗപീഠനമേ കർത്താവിന്റെ ശക്തി വ്യാപരിക്കപ്പെടുന്നു. മനസ്സിന്റെ മേലെ ചിന്തകളുടെ കർത്താവിന്റെ അത്ഭുതകരമായ ദൈവിക സാന്നിധ്യം വ്യാപരിക്കപ്പെടുന്നുണ്ട്. നന്നായിട്ട് സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. കുടുംബത്തിന്റെ മേൽ, ദേശത്തിന്റെ മേല്, കൃഷിയിടങ്ങളുടെ മേൽ, അധ്വാനങ്ങളുടെ മേല്, ബിസിനസ് മേഖലയുടെ മേല്, ജോലി സ്ഥലങ്ങളുടെ മേല്, കുഞ്ഞുങ്ങളുണ്ടാകുന്ന തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ അരൂപികളുടെ പ്രവർത്തനങ്ങളുടെ മേലും കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടുന്നു. ശരീരത്തെ പീഡിപ്പിക്കുന്ന സകല രോഗപീഠകളുടെ മേലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ വലിയ അഭിഷേകം, കൃപ വ്യാപരിക്കപ്പെടുന്നു. ശക്തമായിട്ട് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പാതാളക്കെണികൾ, പാപത്തിൻ വഴികൾ മിന്നും ക്രൂശിൻ മുമ്പിൽ തല കുനിക്കും. പാതാളക്കെണികൾ, പാപത്തിൻ വഴികൾ മിന്നും ക്രൂശിൻ മുമ്പിൽ തല കുനിക്കും. അന്ധകാരക്കുഴിയും അന്തരീക്ഷ ശക്തിയും അമ്മേ നിന്റെ പാദങ്ങളിലമരും. അന്ധകാരക്കുഴിയും അന്തരീക്ഷ ശക്തിയും അമ്മേ നിന്റെ പാദങ്ങളിലമരും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടു കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടു കൂടെ ജോലിക്കും.
ആരോപങ്ങൾ മാറിപ്പോകുന്നേ അങ്ങയോടൊപ്പം ആരാധിക്കുമ്പോൾ. ആരോപങ്ങൾ മാറിപ്പോകുന്നേ അങ്ങയോടൊപ്പം ആരാധിക്കുമ്പോൾ. സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മഞ്ഞിരന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മഞ്ഞിരന്റെ തേരു തെളിക്കാം. ഓരടിക്കും ശത്രുവിൻ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ തറയ്ക്കാം. ഓരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ തറയ്ക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടുകൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടുകൂടെ ജോലിക്കും. വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, ആത്മീയ ശക്തിയിൽ വിളിക്കുന്നു. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള തിരുവചനം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടെ നിന്ന് ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എളിമയോടെ നമുക്ക് ദൈവസ്ഥാനത്തിലായിരിക്കും. ഓരോ വചനങ്ങളും എളിമയോടെ കേട്ട് അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ദൈവത്തിനു വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു മനോഭാവം, ദൈവത്തിനു വേണ്ടി സകലതും ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്ന ഒരു മനോഭാവം. തിബേരിയോസ് കടൽ തീരത്ത് കടലിലെ മീൻ പിടിക്കുമ്പോൾ യേശുവിനെ കണ്ട പത്രോസ് വള്ളവും മലയും കൂട്ടുകാരെ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ മാത്രം സ്വന്തമാക്കുവാൻ ആ കടലിലൂടെ നീന്തി ഈശോയുടെ അടുത്തെത്തിയില്ലേ? മക്കൾ പ്രാർത്ഥിച്ച് എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു മനോഭാവം. തൻ്റെ ദാസിയുടെ താഴ്മയെ കർത്താവ് കടാക്ഷിച്ചു. സകല സൃഷ്ടവസ്തുക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് സൃഷ്ടാവിനെ സ്വന്തമാക്കുവാനുള്ള വലിയ ആഗ്രഹത്തോടെ ആയിരുന്ന പരിശുദ്ധ കന്യാമറിയം. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ എന്ന് വെളിപാട് പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ, പൊള്ളലേക്കാത്ത ഒരു അനുഭവം പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം യേശുവിനെ സ്വന്തമാക്കി, പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കി, അത്യുന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ സ്വന്തമാക്കിയപ്പോൾ അവൾ സൂര്യനെ ഉടയാടയാക്കി. സൃഷ്ടവസ്തുക്കളായ സകലതും അവളുടെ കാൽ കീഴിലായു എങ്കിൽ ചന്ദ്രൻ അവളുടെ കാൽ കീഴിലാവുകയാണ്. മക്കളെ പ്രാർത്ഥിച്ച് ഒരു പൊള്ളലും ഏൽക്കത്തില്ല, സൂര്യനെ പോലും ഉടയാടയാക്കുവാനുള്ള കൃപയാണ് പരിശുദ്ധ അമ്മ സ്വീകരിച്ചതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒന്നും നിന്നെ ഭയപ്പെടുത്തത്തില്ല, ഒന്നും നിനക്ക് പൊള്ളലെ ജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. ആഗ്രഹിച്ച് കണ്ണുകൾ ഒന്ന് അടച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ ആ ദൈവിക സാന്നിധ്യം എത്ര വലുതാണെന്നാണ് യോഹന്നാൻ ശ്ലീഹ പാസ്മോസ് ദ്വീപിൽ വെച്ച് പ്രാർത്ഥനയുടെ പൂർണ്ണതയിൽ കണ്ടെത്തിയത്. ഒരു പൊള്ളലും ഏൽക്കാതെ സൂര്യനേക്കാൾ ശോഭയേറിയ മുഖകാന്തിയുള്ള ക്രിസ്തുവിനെ അവൾ സ്വന്തമാക്കിയെങ്കിലോ അവൾ സൂര്യനെ അവൾ ഉടയാടിയാക്കിയത് അവനെ സ്വന്തമാക്കിയത് കൊണ്ടാ. മക്കൾ പ്രാർത്ഥിച്ച് ഈശോയെ ആ ഒരു വലിയ അഭിഷേകം, ആ ഒരു വലിയ കൃപ കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയെ ആഗ്രഹിച്ചതുപോലെ. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ദൂതൻ പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. സൂര്യനേക്കാൾ മുഖകാന്തിയുള്ള ദൈവപുത്രനെ നിന്റെ ഉദരത്തിലേക്ക് കർത്താവ് തരുന്നു എന്ന് ഗബ്രിയേൽ ദൈവദൂതൻ അറിയിച്ചപ്പോ അത് സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ച് പരിശുദ്ധ അമ്മ ചോദിച്ചത്, ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ സൂര്യനേക്കാൾ ശോഭയേറിയ മുഖകാന്തിയുള്ള യേശു നിന്റെ ഉദരത്തില് ഉരുവാകും. വചനമാകുന്ന ദൈവത്തെ ധരിക്കുവാൻ, സ്വന്തമാക്കുവാൻ അവൾ തയ്യാറായതാണ്
പ്രിയപ്പെട്ടവരെ, സൂര്യനെ, പൊള്ളുന്ന സൂര്യനെ ഉടയാടയാക്കുവാൻ അവൾക്ക് സാധിച്ചു എങ്കിൽ അതിൻ്റെ കാരണം അവൾ സൂര്യനേക്കാൾ ശോഭയേറിയ യേശുവിനെ സ്വന്തമാക്കിയത് കൊണ്ടാണ്. ആ ഒരു വലിയ വിശ്വാസത്തോടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, സ്വരമൊന്ന് ഉയർത്തി വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചേ. പൊള്ളുന്ന ഒരനുഭവം നിന്റെ ജീവിതത്തെ പൊള്ളിക്കത്തില്ല എന്ന് ഈശോ ഓർമ്മപ്പെടും. ജ്വാല നിന്നെ ഒരിക്കലും ദഹിപ്പിക്കത്തില്ല എന്ന് കർത്താവിന്റെ വചനം നിന്നെ ഓർമ്മപ്പെടുത്തുകയാ. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഒരു ഭൂമിയിലുള്ള ഒരു പള്ളലും നിന്നെ ഏൽക്കുകത്തില്ല. കാരണം അതിനേക്കാൾ ശോഭയേറിയവനെ നീ സ്വന്തമാക്കുമ്പോൾ നിനക്കെല്ലാം സ്വന്തമാണെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസത്തോടെ ആ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? ചേർന്ന് പാടാം. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിട സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിട സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിട സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിട സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. ഇന്നോളം പാപത്തിൻ ദുർഗന്ധം പേറും ആത്മാവിൽ റൂഹാദൻ ധൂപം നിറയ്ക്കൂ. ഇന്നോളം പാപത്തിൻ ദുർഗന്ധം പേറും ആത്മാവിൽ റൂഹാദൻ ധൂപം നിറയ്ക്കൂ. ആത്മാവിൽ റൂഹാദൻ ധൂപം നിറയ്ക്കൂ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിട സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിട സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ. ജീവന്റെ മന്ന നിൻ ഉദരഫലം തന്നെ. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ. ജീവന്റെ മന്ന നിൻ ഉദരഫലം തന്നെ. ജീവന്റെ മന്ന നിൻ ഉദരഫലം തന്നെ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിട സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിട സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിട സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിട സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിട സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിട സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ 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 സുതനെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഈശോയെ എന്ന് വിളിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 10. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. നമുക്ക് വചനം ശ്രദ്ധിക്കാം. പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ക്ഷണിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വിരുന്നിലേക്ക് യേശുവിനെ നമുക്ക് ക്ഷണിക്കാം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് യേശു ഉണ്ടായിരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മ അവിടെ ഉണ്ട്. നമ്മളെവിടെയെല്ലാം വ്യാപരിക്കുന്നു, അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. അമ്മയുണ്ട് കൂടെ. പക്ഷെ യേശുവിനെയും ശിഷ്യന്മാരെയും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു ഉണ്ടെങ്കിലേ അവിടെ വീഞ്ഞു തീർന്നു പോയെന്ന് അവനെ അറിയിക്കാൻ സാധ്യമാവുന്നു. പിന്നെ യേശുവിനെ ഉപേക്ഷിച്ചാൽ, യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ, അമ്മ കൂടെയുണ്ട്, യേശുവിനെ ക്ഷണിക്കുന്നില്ല എങ്കിലോ യേശു വിരുന്നിലേക്ക് വരുന്നില്ല. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഓരോ കുമ്പസാരത്തിലൂടെയും നമ്മൾ യേശുവിനെ ക്ഷണിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക്. ഓരോ വിരുന്നിലേക്ക് നമ്മൾ യേശുവിനെ വിളിച്ചു വരുത്തുകയാണ്. പാപം ഉപേക്ഷിച്ച് പാപങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ, പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നാം വിളിക്കുന്നത് യേശുവിനെയാണ്, രക്ഷകനെ വിളിക്കുകയാണ്. അവിടെ കുറവുണ്ടാകും. പാപം ചെയ്യുന്ന ഭവനങ്ങളിലോ, ദൈവ സാന്നിധ്യമില്ലാത്ത ഭവനങ്ങളിലോ വലിയ കുറവുകൾ ഉണ്ടാകും. യേശുവോട് പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? സമയമായിട്ടില്ലെന്ന് യേശു ഓർമ്മപ്പെടുത്തുകയാണ്. രക്ഷാകര പദ്ധതിയുടെ തുടക്കം കുറിക്കുവാൻ സമയമാകുന്നേ ഉള്ളൂ. പിതാവ് പറഞ്ഞിട്ടില്ല. പിതാവിന്റെ സമയം വരുന്നതേ ഉള്ളൂ. പക്ഷെ പിതാവിനോട് ആ സമയം ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് യേശുവോട് വലിയ അത്ഭുതം പ്രവർത്തിക്കുക. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ ഇവിടെ ഉണ്ടായിരുന്നു. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ. മക്കളെ പ്രാർത്ഥിച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്ന തമ്പുരാന്റെ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരികയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, ഞാനാകുന്ന കൽഭരണി. ശുദ്ധീകരണത്തിനായിട്ട് കർത്താവ് കരുതി വെച്ചിരിക്കുന്ന ഒരു കൽഭരണിയാണ് ഞാനും നിങ്ങളും. ആ കൽഭരണിയിലേക്കാണ് നാം ജലം നിറയ്ക്കേണ്ടത്. ആ ജലം നിറയപ്പെടുമ്പോ, അത് കർത്താവ് കൽപ്പിക്കുമ്പോ അത് മേൽത്തരം വീഞ്ഞായിട്ട് മാറുകയാണ്. ഞാനും നിങ്ങളും ദൈവസന്നിധിയില് മേൽത്തരമായിട്ട്, മറ്റുള്ളവരുടെ മുമ്പില് മേൽത്തരമായിട്ട്, സഭയിൽ മേൽത്തരമായിട്ട് മാറ്റപ്പെടണമെങ്കില് ഞാനാകുന്ന കൽഭരണിയില് ജലമാകുന്ന പരിശുദ്ധാത്മാവ് ഞാനായിട്ട് നിറച്ചാലേ അത് വീഞ്ഞായിട്ട് രൂപാന്തരപ്പെടത്തുള്ളൂ എന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ശുദ്ധീകരണത്തിനുള്ള കൽഭരണികളാണ് ഞാനും നിങ്ങളുമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിലൂടെയാണ് ഈ ശുദ്ധീകരണം മറ്റുള്ളവരിലേക്ക് സംഭവിക്കേണ്ടതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ വീഞ്ഞായിട്ട് മാറിയാലേ ഉള്ളൂ, എന്നിൽ വെള്ളം നിറയ്ക്കപ്പെട്ടാലേ ഉള്ളൂ ഞാൻ വീഞ്ഞായിട്ട് മാറ്റപ്പെടത്തുള്ളൂ. ആ വീഞ്ഞു കുടിക്കുന്നവരേ ഉള്ളൂ അത് മേൽത്തരം അനുഭവത്തിലേക്ക്, ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വരത്തുള്ളൂ എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ മേൽത്തരമായിട്ട് മാറണം, ഞാൻ വലിയ അനുഗ്രഹമായിട്ട് മാറണം. എൻ്റെ അധരങ്ങളുടെ വരുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കണം, അത് ആത്മാവിൻ്റെ അഭിഷേകമായിരിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് കുടുംബത്തിൻ്റെ അപമാനങ്ങൾ, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ നീക്കിക്കളയുവാൻ യേശുവിടെ ഉണ്ടെന്നുള്ള ഒരു കാര്യം കർത്താവ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്ഷണിക്കപ്പെട്ടവനാണ് യേശു. നമ്മുടെ ജീവിതത്തിലേക്ക് യേശു ക്ഷണിക്കപ്പെട്ടവനാണ്. പരിശുദ്ധി അമ്മ അവിടെ ഉണ്ട്. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് മാമോദീസായിലൂടെ ക്ഷണിക്കപ്പെട്ടവനാണ്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ കൂദാശകളിലൂടെ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവനാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തുതിക്കാമോ? അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ.
ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി നമ്മളിലേക്ക് വന്നു നിറയപ്പെടട്ടെ. സ്വരമേർത്തി സ്തുതിക്കുന്നു. അഭിഷേകം നിറയപ്പെടുന്നു, അഭിഷേകം നിറയപ്പെടുന്നു, ശക്തി വ്യാപരിക്കപ്പെടുന്നു. കലവറക്കാരൻ അടുത്ത് കൊണ്ടുചെല്ലുവൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിന് അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുമോ? എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളും ആരംഭമാണ് ഗലീലയെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ നമ്മളിലൂടെ. ദേശദേശാന്തരങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടണമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോട് സ്തുതിച്ച് കുടുംബാംഗങ്ങളിലേക്ക്, നമ്മുടെ ദേശങ്ങളിലേക്ക്, ദേശദേശാന്തരങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കപ്പെടണമെങ്കിൽ, ഞാൻ മേൽത്തരമായി മാറണമെങ്കിൽ, ഞാനാകുന്ന കൽഭരണിയിൽ ജലമാകുന്ന പരിശുദ്ധാത്മാവ് വക്കോളം നിറയപ്പെടുമ്പോ അത് വീഞ്ഞായിട്ട് മാറ്റപ്പെടുന്നു. കരമേർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. ശക്തിയോടെ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. ശക്തിയോടെ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ദൈവമേ, ഇസ്രായേൽ ദൈവമേ, ആ തീ എന്നെ നിറയ്ക്കണമേ. ശക്തിയോടെ സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേൽ ദൈവമേ, ആ തീ എന്നെ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ,
ആത്മനദിയായി ഒഴുകണമേ. ശക്തിയോടെ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, നാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സ്വരമുയർത്തി ആത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിച്ച് ആത്മാവ് നിറയപ്പെടുവാൻ, വാക്കോളം നിറയപ്പെടുവാൻ ഞാൻ മേൽത്തരമായിട്ട് മാറണം. എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ഞാൻ വിശുദ്ധീകരിക്കപ്പെടണം, എന്നിലൂടെ മറ്റുള്ളവർ വിശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ മേൽത്തരമായിട്ട് മാറണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കാലിയായ കൽഭരണി, ഇത് ശുദ്ധീകരണത്തിനുള്ള കൽഭരണിയാണ് ഞാനും നിങ്ങളും. എൻ്റെ വിശുദ്ധീകരണത്തിന്, നിങ്ങളുടെ വിശുദ്ധീകരണം, കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന കൽഭരണിയാണ് ഞാനും നിങ്ങളും. പക്ഷെ കർത്താവ് പറയുന്നു, ഇത് കാലിയാണ്, ഇതിൽ പരിശുദ്ധാത്മാവില്ല, ജലമില്ല. കർത്താവ് കൊണ്ടുവച്ചിരിക്കുക, പരിശുദ്ധ അമ്മ ഈ കൽഭരണി മുഴുവൻ കൊണ്ടുവച്ചിരിക്കുന്നത് കാൽവരി ഇടനെറുകയിൽ മരക്കുരിശിനോട് ചേർത്ത് കൊണ്ട് അമ്മ വെച്ചിരിക്കുക. ഞാനാകുന്ന കൽഭരണി ജലമാകുന്ന പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അത് കർത്താവിൻ്റെ തിരിച്ചോരയായിട്ട് മാറ്റപ്പെടുക. കണ്ണുള്ള നടച്ച മക്കളെ, എന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്ന, നിങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കുന്ന കർത്താവ് വെച്ചിരിക്കുന്ന ബലിപീഠത്തിനരികിലാണ്. പരിശുദ്ധ അമ്മ എന്നെ കൊണ്ട് വെച്ചിരിക്കുന്നത്, നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്, കൊണ്ട് വെച്ചിരിക്കുന്നത് ബലിപീഠത്തിനരികിലാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും ക്രിസ്തു സാന്നിധ്യമായിട്ട് നമ്മൾ മാറ്റപ്പെടുവാനും അമ്മ ആഗ്രഹിക്കുന്നുവെന്ന് ആദ്യത്തെ അത്ഭുതത്തിലൂടെ മിശിഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആഗ്രഹിച്ച ആ രക്തത്തിനുള്ളിൽ നമ്മളെ കുളിപ്പിച്ചെടുക്കുക. ഈ കൽഭരണി വിശുദ്ധീകരിക്കുക കർത്താവ് തിരിച്ചോറുകൊണ്ട്. അമ്മ മാതാവ് നമ്മളെ ഓരോരുത്തരെയും കാൽവരിയുടെ നെറുകയിലേക്ക് ക്ഷണിക്കുന്നത്. ഓരോ പരിശുദ്ധ കുർബാനയിലേക്ക് അമ്മ നമ്മളെ ക്ഷണിക്കുക. ഈ കൽഭരണികളിലെല്ലാം ജലം നിറയണം, ഇതെല്ലാം വീഞ്ഞായിട്ട് മാറണം. ഇത് അനേകർ വിജാതിയർക്ക് പോലും ഇത് അനുഭവമായിട്ട് മാറണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതം വിജാതിയർക്ക് പോലും ഇതൊരു അനുഗ്രഹമായിട്ട് മാറണം. ഇതാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആഗ്രഹിച്ച് കരമൊന്ന് കൂപ്പി പിടിക്കാമോ? കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് ആഗ്രഹിച്ചേ. ശുദ്ധീകരണത്തിനുള്ള കൽഭരണിയാണ് ഞാനും നിങ്ങളും. എൻ്റെ കുടുംബം, എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് ദൈവം എന്നെ കൽഭരണിയായിട്ട് സൃഷ്ടിച്ചു വച്ചിരിക്കുക. എൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് എന്നെ സൃഷ്ടിച്ചിരിക്കുക. എന്നിൽ നിന്ന് വരുന്നതെല്ലാം മേൽത്തരമാണെങ്കിൽ അത് രുചി ആസ്വദിച്ചുകൊണ്ട് അനേകര് സൗഖ്യം പ്രാപിക്കുമെന്ന്, യേശുവിനെ അറിയുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, കൃപാന അനുഭവമുള്ള വ്യക്തിയായിട്ട് ഞാനും നിങ്ങളും മാറ്റപ്പെടണമെന്നാണ് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്. കൃപാന അനുഭവമുള്ള ഒരു വ്യക്തി. യേശു അത്രമാത്രം സഹിച്ചത് കുർബാനയായിട്ട് മാറുവാൻ വേണ്ടിയിട്ട്. ഗെത്സമൻ തോട്ടം മുതൽ ഗാഗുൽത്ത വരെ അവന്റെ ശരീരത്തില് രക്തം ചിന്തപ്പെട്ടത് ആ കുർബാനയായിട്ട് മാറ്റപ്പെടുവാനാണ്. ആ രക്തത്തിനുള്ളില് എന്നെ കുളിപ്പിച്ചെടുക്കുവാനായിട്ടാണ് കർത്താവ് അത്രമാത്രം സഹിക്കേണ്ടി വന്നത്. മക്കളെ പ്രാർത്ഥിച്ചേ. അമ്മ ആഗ്രഹിക്കുന്നത് യേശുവിന്റെ രക്തത്തില് എന്നെ ഒന്ന് കുളിപ്പിച്ചെടുക്കുവാനാണ്. ആ രക്തത്തിൽ എന്നെ കുളിപ്പിച്ചെടുക്കുമ്പോൾ
ഞാൻ മേൽത്തരമായിട്ട് മാറ്റപ്പെടുകയാണ്, ഞാൻ മറ്റുള്ളവർക്ക് ഉപകാരിയായിട്ട് മാറ്റപ്പെടുകയാണ്, ദൈവത്തിന് അനുകൂലമായൊരു വ്യക്തിയായിട്ട് ഞാൻ മാറ്റപ്പെടുകയാണ്. അതിലൂടെ അനേകർക്ക് അത് അനുഗ്രഹമായിട്ട് മാറ്റപ്പെടുകയാണ്. കരം കൂപ്പി പിടിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ, സഭയ്ക്ക്, ദൈവജനത്തിന്, വിജാതിയർക്ക് പോലും ഞാനൊരു അനുഗ്രഹമായിട്ട്, അഭിഷേകമായിട്ട്, ദൈവ സാന്നിധ്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റപ്പെടുവാൻ കർത്താവേ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അമ്മ മാതാവിനോട് ചേർന്ന് വിശ്വാസത്തോടെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ അനുഗ്രഹമാക്കണമേ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അങ്ങ് നൽകിയിരിക്കുന്ന വചനത്തിലൂടെ ഞാനും നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആ വചനത്തിന്റെ എല്ലാ അഭിഷേകത്താലും ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ രാജ്യത്തിലോ അനുഗ്രഹമാക്കി അവിടുന്ന് നടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വൃക്ഷമായിട്ട്, ഒരു വടുവൃക്ഷമായിട്ട് ജോസഫിനെ പോലെ ഒരു വടുവൃക്ഷമായിട്ട് സഹനത്തിന്റെ അരികില് വളർന്നു പന്തലിച്ച്, ആ മധുരിനരികിൽ വളർന്നു പന്തലിച്ച് ആ വടുവൃക്ഷമായിട്ട് ജോസഫിനെ അവിടുന്ന് രൂപപ്പെടുത്തിയതുപോലെ കർത്താവെ സഹനത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം. കരമടിച്ചു പാടിക്ക്. നിന്റെ സ്നേഹമേലങ്കിയാ അമ്മ എന്നെ പുതപ്പിക്കണേ, നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ. നിന്റെ സ്നേഹമേലങ്കിയാ അമ്മ എന്നെ പുതപ്പിക്കണേ, നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ. കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ, കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ, കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ, കുളിപ്പിക്കണേ എന്നെ പുതപ്പിക്കണേ. ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ. നിന്റെ സ്നേഹമേലങ്കിയാ അമ്മ എന്നെ പുതപ്പിക്കണേ, നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ. ശക്തിയോടെ സ്വർഗതാതനുയർത്തിയ സ്ത്രീ എന്നെ കഴുകുമ്പോൾ സ്നാനം പൂർണ്ണമാകും. ആ സ്നാനത്തിന് ശേഷം നാഥനെ കാണുമ്പോൾ ആനന്ദം പൂർണ്ണമാകും. ആനന്ദഭൂകയായ അഭിഷേകം എന്നെ ചുറ്റി പറന്നുയരും. നിന്നോടൊപ്പം സ്തുതി പാടിയിടുമ്പോൾ നിന്നോടൊപ്പം സ്തുതി പാടിയിടുമ്പോൾ എന്നും ശാലോം ശാലോം, ഉള്ളിൽ ശാലോം ശാലോം. നിന്റെ സ്നേഹമേലങ്കിയാ അമ്മ എന്നെ പുതപ്പിക്കണേ, ദൈവമേ. നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ. നിന്റെ സ്നേഹമേലങ്കിയാ അമ്മ എന്നെ പുതപ്പിക്കണേ, നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മ എന്നെ കുളിപ്പിക്കണേ. എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരണനാഥന്റെ സന്നിധിയും അൾത്താരയും പൊക്കൽ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെ, അവരുടെ എല്ലാ കുടുംബങ്ങളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന അൾത്താര വരി. അതിനുവേണ്ടി സാമ്പത്തികമായിട്ട് സഹായിച്ചവർ, പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നവർ, അവരെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളെയും അവിടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും, ഓൺലൈനിലൂടെ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവർ അവരുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ
അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവർ അവരുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സർവശക്തിയോടെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം. ഈശോയെ. എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയെ. സർവശക്തിയോടെ വിളിക്കാമോ? ഈശോയെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി നമ്മൾ വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. ഓരോ നിയോഗത്തിൻ്റെ മേലും ആഗ്രഹങ്ങളുടെ മേലും ആവശ്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടുന്ന നിമിഷമാണ്. കരമുയർത്തി വിശ്വാസത്തോടെ സ്വർഗം ലക്ഷ്യം വെച്ച് ഈശോയെന്ന് വിളിച്ച് ഈശോയെന്ന് വിളിച്ച് ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ ശ്ലീഹ പാസ്മോസ് ദ്വീപിൽ വെച്ച് സ്വർഗം കണ്ടു എങ്കിൽ ആ സ്വർഗീയ സാന്നിധ്യം ഇതാ ഈ അൾത്താരയില് സന്നിഹിതമാണ്. വിശ്വാസത്തോടെ വിളിച്ച് ഈശോയെന്ന് വിളിച്ച് ദൈവമേ എന്ന് വിളിച്ച് ആഗ്രഹിച്ച് വിളിച്ച് ഈശോയെന്ന് വിളിച്ച് വിശ്വാസത്തോടെ വിളിച്ച് ഈശോ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ജീവിത പങ്കാളി, മാതാപിതാക്കള്, സഹോദരങ്ങള്, ശുദ്ധീകരണ വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളുടെ കർത്താവെ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഈശോയെ ദേശത്തെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, വ്യക്തികളെ അനുഗ്രഹിക്കണമേ, കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കണമേ, ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ, മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണമേ, ഈശോയെ ഗാന ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ. കരമുയർത്തി വിശ്വാസത്തോടെ ദൈവവചനം പ്രഘോഷിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. കരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച് ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഈ ആത്മീയ ശുശ്രൂഷയെ ഇന്നോളം സഹായിച്ചിരിക്കുന്ന എല്ലാ വൈദികരെയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ സന്യസ്തരെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ ഈ ശുശ്രൂഷയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഓരോ സൽപ്രവർത്തികളും ചെയ്ത ആത്മീയവും ഭൗതികമായ സാമ്പത്തികമായി സഹായിച്ചിരിക്കുന്ന മുഴുവൻ ജനത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റവിളി ഈശോയെന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. ആത്മാവിന്റെ നിറവിൽ വിളിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ വിളിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ട ഞായറാഴ്ച ശുശ്രൂഷ, നാളെ ശുശ്രൂഷ, ശനിയാഴ്ച ശുശ്രൂഷ 1 മണിയോടുകൂടി അവസാനിക്കും. അതുപോലെ ഞായറാഴ്ച ശുശ്രൂഷ വൈകുന്നേരം 4:30 കുർബാനയോടെ ആരംഭിച്ച് 8 മണിയുടെ ആരാധനയോടുകൂടി അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ആ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം ക്ഷണിക്കുകയാണ്. കഴിയുന്നത്ര ആളുകൾ അതിനുള്ളിൽ വന്ന് എല്ലാവരും കുടുംബസമേതം വന്ന് പങ്കെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പന്ത്രണ്ടു നക്ഷത്ര മുടിയുള്ളോരമ്മേ, പാതാരവിന്ദത്തിൽ ചന്ദ്രൻ. 12 നക്ഷത്ര മുടിയുള്ളോരമ്മേ, പാതാരവിന്ദത്തിൽ ചന്ദ്രൻ.
സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെ കാളും നീ തേജസ്വിനി. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെ കാളും നീ തേജസ്വിനി. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ.